ഹലോ നമസ്കാരം രഞ്ജിത്ത്. 2025 ആകുമ്പോഴേക്കും നമുക്ക് തുടങ്ങാൻ പറ്റുന്ന മാത്രമല്ല തുടങ്ങി ശരിക്കും വിജയിപ്പിക്കാൻ പറ്റുന്ന 6 ബിസിനസ്സുകളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ബിസിനസ് സീരീസിലൊരു വീഡിയോ ആണിത്. പല ആളുകളും എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണല്ലോ, ഇപ്പോൾ എന്ത് ബിസിനസ് തുടങ്ങാൻ പറ്റും, കുറച്ച് കഴിഞ്ഞ് 2022 2023 എന്ത് ബിസിനസ് തുടങ്ങാൻ പറ്റും. 2025 ആകുമ്പോഴേക്കും, അതായത് 2-3 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഇന്ത്യയിൽ മൊത്തം വേര് പിടിക്കാൻ സാധ്യതയുള്ള 6 ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. അല്ല, ആദ്യത്തെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഔട്ട്സോഴ്സിങ് ഓപ്പർച്യൂണിറ്റികളാണ്. ഇപ്പം തന്നെ ഇഷ്ടം പോലെ ഔട്ട്സോഴ്സിങ് കമ്പനികൾ, BPOs, KPOs എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ മാൻ പവർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ യൂറോപ്യൻ നാടുകളിലെയും അതുപോലെ അമേരിക്കയിലെയും ഒക്കെ മാൻ പവറിനെ അപേക്ഷിച്ച് വലിയ കോസ്റ്റ്ലി അല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അമേരിക്ക, കാനഡ പോലുള്ള രാജ്യങ്ങളിലൊക്കെ, ഈവൻ UK പോലും പല ആളുകളും ഫ്രീലാൻസ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ സ്വന്തമായിട്ടുള്ള കമ്പനികൾ തുടങ്ങി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് നീങ്ങുന്ന അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം 50% ആളുകൾ അമേരിക്കയിലും കാനഡയിലുമൊക്കെ സ്വന്തമായി, അവിടുത്തെ ലോക്കൽസ് സ്വന്തമായി ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക്. അങ്ങനെ സ്വന്തമായി ബിസിനസ് ചെയ്യുമ്പോൾ അവർക്ക് അസിസ്റ്റൻസ് പല രീതിയിലുള്ള അസിസ്റ്റൻസ് ഒക്കെ ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി, കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്നതിന് വേണ്ടി, അവരെ കൺവിൻസ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അവരുടെ രാജ്യത്ത് നിന്ന് തന്നെ മാൻ പവറിനെ എടുക്കാനാണെങ്കിൽ, ഒന്നാമത് അവരുടെ രാജ്യത്ത് അതിനുള്ള മാൻ പവറിനെ ശരിക്കും കിട്ടാനില്ല, സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവറിനെ കിട്ടാനില്ല. വളരെ വലിയ കോസ്റ്റ് കൊടുത്തിട്ട് ആണ് അത്തരം ആളുകളെ അവർക്ക് അവിടെ നിന്ന് സോഴ്സ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് അവർ ഇത്തരം വർക്കുകൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫ്രീലാൻസർ സൈറ്റുകൾ, ഓലാൻസ് എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരുപാട് ഫ്രീലാൻസ് സൈറ്റുകളിലൂടെ ഓൾറെഡി അവർ ഔട്ട്സോഴ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ കാലങ്ങളായിട്ട്. പക്ഷേ അടുത്ത 2-3 വർഷത്തിനുള്ളിൽ വീണ്ടും ഔട്ട്സോഴ്സിങ്ങിൻ്റെ തോത് കൂടും എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഔട്ട്സോഴ്സിങ് വർക്കുകൾ എടുത്ത് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ സാധ്യതകളാണ്. ഇപ്പോൾ ഔട്ട്സോഴ്സിങ് വർക്കുകൾ ചെയ്യുന്ന മിക്ക ആൾക്കാരും അവിടെയുള്ള എന്തെങ്കിലും ചെറിയ ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇതൊന്നും വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന പ്രൊജക്റ്റുകളല്ല എന്നുള്ളതാണ് വാസ്തവം. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ, ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ, ഒരു റിലേഷൻ ബിൽഡിംഗ് എക്സസൈസിനുള്ളൊരു ടീം തന്നെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ വർക്കൗട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. മാത്രമല്ല, നിങ്ങൾ കറക്റ്റായിട്ട് ഡെഡ് ലൈനിനകത്ത് തന്നെ ഡെലിവർ ചെയ്യുന്നു, ക്വാളിറ്റിയിൽ ഡെലിവർ ചെയ്യുന്നു എന്നൊക്കെ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബെറ്റർ റേറ്റ്സ് പേ ചെയ്യാനും റെഡി ആവുകയും ചെയ്യും. പലപ്പോഴും യൂറോപ്പിലെ അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികളുമായിട്ട്, നല്ല കമ്പനികളുമായിട്ടൊക്കെ ഡീൽ ചെയ്യുമ്പോൾ അവർ നല്ല പേ മാസ്റ്റേഴ്സാണ്. അപ്പോൾ കറക്റ്റായിട്ട് പേ ചെയ്യുകയും നല്ല എമൗണ്ടിൽ തന്നെ ക്വാളിറ്റി വർക്കിന് നല്ല രീതിയിൽ തന്നെ മാർജിൻ തരികയും ഒക്കെ ചെയ്യുന്ന കമ്പനീസാണ്. അതുകൊണ്ട് ഔട്ട്സോഴ്സിങ് വർക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അടുത്തത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്, അഥവാ IoT എന്നൊക്കെ പറയുന്ന. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഊബർ ആവട്ടെ, ഓല ആവട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഡാറ്റ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിൽ നടക്കുന്നതിന് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഉപയോഗിക്കുന്നുണ്ട്. സ്മാർട്ട് ഹോംസിൽ നമ്മുടെ വീട് സ്മാർട്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജി എല്ലാം ഇൻ്റർനെറ്റ് ഓഫ് തിങ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ടെക്നോളജികളാണ്. മാത്രമല്ല, ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സകലമാന കാര്യങ്ങളിലും ഡാറ്റയുടെ യൂസേജും ഡാറ്റയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ടുള്ള കണക്ഷനും ഒക്കെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സുമായി കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഡിവൈസുകൾ, അതുമായി ബന്ധപ്പെട്ട സർവീസുകൾ, അതുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകൾ, ഇതാണ് ഇനി മുഴുവൻ ഉണ്ടാകാൻ പോകുന്നത്. അത് സ്കൂളിലാവട്ടെ, കോളേജിലാവട്ടെ, ഹോസ്പിറ്റൽസിലാവട്ടെ, എവിടെ ചെന്ന് നോക്കിയാലും, ഈവൻ റീറ്റെയിൽ ഷോപ്പുകളിലാവട്ടെ, ഇവിടെ എല്ലാം തന്നെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി തന്നെയാണ് എല്ലാ പ്രൊഡക്റ്റുകളിലും എല്ലാ സർവീസുകളിലും കണക്റ്റഡ് ആവാൻ പോകുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ മുതൽ, ഇതുമായി ബന്ധപ്പെട്ട ടെക്നോളജിക് ഡിവൈസസ്, ഇതുമായി ബന്ധപ്പെട്ട സർവീസസ്, ഇതിനൊക്കെയുള്ള സാധ്യതകൾ ഓരോ നിമിഷവും വർദ്ധിച്ചു വരികയാണ്. 2025 ആകുമ്പോഴേക്കും ഏകദേശം നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും IoTയുടെ കടന്നുകയറ്റം ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് IoTയുമായി ബന്ധപ്പെട്ട ഈവൻ കോഴ്സുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളിലേക്ക് വലിയ സാധ്യതകൾ അവിടേക്ക് വരാനിരിക്കുന്നു. 2025 ആകുമ്പോഴേക്കും ശരിക്കും ഫ്ലറിഷ് ആവുന്ന ഒരു ബിസിനസ് മേഖല തന്നെ ആയിരിക്കും IoT എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അടുത്തത് കോവർക്കിംഗ് സ്പേസസ് ആണ്. കോവർക്കിംഗ് സ്പേസസിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ തന്നെ പലതരത്തിലുള്ള കോവർക്കിംഗ് സ്പേസസ് കാണാം. നഗരങ്ങളിലൊക്കെ കോവർക്കിംഗ് സ്പേസസ് വളരെ പോപ്പുലറായിരിക്കുന്നു. പക്ഷേ കോവർക്കിംഗ് സ്പേസസിൻ്റെ ഇനിയുള്ള ട്രെൻഡ് വരാൻ പോകുന്നത് ഗ്രാമങ്ങളിലേക്ക് കൂടി കോവർക്കിംഗ് സ്പേസുകൾ എത്താൻ പോകുന്നു എന്നുള്ളതാണ്. കേരളം പോലുള്ള ഒരു സ്ഥലത്ത്, ഗ്രാമവും നഗരവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത്
ഇനി ഗ്രാമപ്രദേശങ്ങളിലേക്ക് കൂടി കോവർക്കിംഗ് സ്പേസുകൾ എത്തുകയും അവിടെ ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷണൽ കോസ്റ്റ് വലിയ ലാഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോവർക്കിംഗ് സ്പേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് തന്നെ വലിയ സാധ്യതയാണുള്ളത്. അപ്പോൾ വലിയ കമ്പനികൾ അവരുടെ കോവർക്കിംഗ് സ്പേസുകൾ, പ്രത്യേകിച്ചും വർക്ക് ഫ്രം ഹോമൊക്കെ വളരെ പോപ്പുലറായ സ്ഥിതിക്ക് വീടിനടുത്ത് തന്നെ ഒരു കോവർക്കിംഗ്, നമ്മുടെ കമ്പനിയുടെ ഒരു കോവർക്കിംഗ് സ്പേസ് സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി വർക്ക് ചെയ്യാനായിട്ട് ആളുകൾ റെഡിയാവും. എന്നാൽ വീട്ടിലിരിക്കുന്ന ആ ഒരു അലസതയോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാവില്ല. ശരിക്കും ഓഫീസിൽ പോകുന്ന ഒരു ഫീൽ തന്നെ ഉണ്ടാവും. പല ഓഫീസിലുള്ള ആളുകൾ ഒരു ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അപ്പോൾ 2025 ആകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സെൻറ്ററുകളും ഹബ്ബുകളും ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാവുന്നതല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബിസിനസ്സുകൾ, അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികൾ തീർച്ചയായിട്ടും ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത് തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. നാലാമത്തെ സാധ്യത ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു സാധ്യത തന്നെയാണ്, നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ള സാധ്യത കൂടിയായിരിക്കും. അത് 3D പ്രിൻറ്റിംഗ് ആണ്. കാരണം ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള മോഡലുകളും ചെറിയ ചെറിയ പ്രോട്ടോടൈപ്പുകളും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി 3D പ്രിൻറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. 3D പ്രിൻറ്റിംഗ് ടൂൾസ് ഉണ്ടാക്കുന്നതിൽ, ഡൈ മേക്കിങ്ങിൽ, മറ്റുള്ള പല കാര്യങ്ങളിൽ നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളിൽ അടക്കം 3D പ്രിൻറ്റിംഗ് കടന്നു വരാൻ പോവുകയാണ്. പല പ്രൊഡക്റ്റുകളും ഉണ്ടാക്കുന്നത് ഇനി 3D പ്രിൻറ്റിംഗ് വഴിയായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഓൾറെഡി ഉണ്ടായിരുന്ന പലതരത്തിലുള്ള മെഷീനറികൾ, ചിലപ്പോൾ വലിയ വലിയ മെക്കാനിക്കൽ മെഷീനറികൾ അടക്കം റീപ്ലേസ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ 3D പ്രിൻറ്റിംഗ് ടെക്നോളജി വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ടെക്നോളജി എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ 2025 ആകുമ്പോഴേക്കും ടെക്നോളജിയിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാവാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? 3D പ്രിൻറ്റിംഗ് കുറച്ചുകൂടി അഫോർഡബിൾ ആവും. ചെറിയ രീതിയിലുള്ള മെഷീനറികൾ ഉണ്ടാവും. ചെറിയ കാര്യങ്ങൾക്ക് പോലും 3D പ്രിൻറ്റിംഗ് കടന്നു വരുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും. ഈവൻ നമ്മളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി പോലും 3D പ്രിൻറ്റിങ്ങിന്, ഒരു ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കുന്ന പോലെ തന്നെ 3D പ്രിൻറ്റിംഗ് വളരെ പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. അപ്പോൾ അടുത്ത കുറച്ച് വർഷത്തിനുള്ളിൽ 3D പ്രിൻറ്റിങ്ങിൻ്റെ അപാരമായിട്ടുള്ളൊരു മുന്നേറ്റം നമ്മുടെ കൺമുന്നിൽ തന്നെ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അഞ്ചാമത്തെ ഏരിയ സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ ആണ്. ഹെൽത്ത് കെയറും വെൽനെസ്സിനെ കുറിച്ചുമൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഹെൽത്ത് കെയറിൽ വലിയ സാധ്യതകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. ആ ഹെൽത്ത് കെയറിൽ തന്നെ വളരെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ പോഡിയാട്രി എന്ന് പറയുന്നത്, അതായത് പോഡിയാട്രി എന്ന് പറഞ്ഞാൽ ഫീറ്റുമായി ബന്ധപ്പെട്ട, കാലിൻ്റെ തന്നെ ഫീറ്റുമായി ബന്ധപ്പെട്ട, കാൽപാദവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെ സ്പെസിഫിക്കായി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചികിത്സിക്കുന്ന ഒരു വിഭാഗം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭാഗത്തിന്, നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ അതിനെക്കുറിച്ച് മാത്രം പഠിക്കുകയും വലിയ റിസർച്ചിൽ ഏർപ്പെടുകയും വലിയ മാറ്റങ്ങൾ അതിനകത്ത് കൊണ്ടുവരികയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഇത് വികസിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹെയറിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ട്രൈക്കോളജി എന്ന് പറയുന്ന, അത് ഹെയറിന് മാത്രം പഠിക്കുന്ന ശാസ്ത്രശാഖ, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അടക്കം എല്ലാ തരത്തിലുള്ള ഹെയറിനുള്ള എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആക്കുന്ന സെൻറ്ററുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക അല്ലേ. എന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൻ്റെ കണ്ണാവട്ടെ, മൂക്കാവട്ടെ, വായാവട്ടെ, ചുണ്ടാവട്ടെ, കവിളാവട്ടെ എന്ന് പറയുന്ന ഓരോ സ്പെസിഫിക് ഭാഗത്തിനും സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഇൻഡസ്ട്രി ബൂം ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് കെയറിനകത്ത് പ്രത്യേകിച്ചും കോസ്മെറ്റോളജിയുടെയൊക്കെ കാര്യത്തിൽ വലിയ സാധ്യതകൾ ഓരോ നിമിഷവും അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആറാമത്തെ സാധ്യത റിന്യൂവബിൾ എനർജിയാണ്. റിന്യൂവബിൾ എനർജി കുറേ കാലങ്ങളായിട്ടുള്ള സാധ്യത തന്നെയാണ്. പ്രത്യേകിച്ചും ഇനി വീടുകളിലെല്ലാം തന്നെ സോളാർ എനർജിയുടെ സാധ്യത കൂടി വരികയാണ്. നമുക്കറിയാം KSEB വളരെ സ്ട്രോങ് ആയിട്ട് സോളാർ എനർജിയെ പ്രൊമോട്ട് ചെയ്യുകയും എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള ഗ്രിഡുകളും സോളാർ പാനലുകളും ഒക്കെ സെറ്റപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പല വീടുകളും അത് ഓൾറെഡി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളുടെ റൂഫ് ഓൾറെഡി വെറുതെ കിടക്കുകയാണ്. അതിൻ്റെ മുകളിൽ എന്തുകൊണ്ട് നമുക്ക് സോളാർ പാനൽ വെച്ചുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൂടാ എന്നുള്ള ചിന്തയിലേക്ക് പലരും വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഒരു വലിയ വ്യവസായമായി മാറും. സോളാറുമായി ബന്ധപ്പെട്ട, ഇതുമായി ബന്ധപ്പെട്ട സർവീസ്, ഇതുമായി ബന്ധപ്പെട്ട അവെയർനെസ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ബിസിനസ് കൂടി വരുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ 2025 ആകുമ്പോഴേക്കും ഈ 6 മേഖലകളിലും അതിശക്തമായിട്ടുള്ളൊരു ബൂം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് മേഖല, ഒരു ബിസിനസ് മേഖല വളർന്നു വരുന്ന സമയത്ത് അതിൻ്റെ അവെയർനെസ് മുതൽ അത് മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കുന്ന ആ ഒരു മെത്തഡോളജി, അത് റൺ ചെയ്യുന്ന അതിനകത്തുള്ള പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, അതിൻ്റെ കസ്റ്റമർ കെയർ, അതിൻ്റെ സർവീസസ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഇങ്ങനെ പല മേഖലകളിലായിട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വളരുന്നുണ്ടാവും. അതിൽ നമുക്ക് ഏറ്റവും സൗകര്യം ഏതാണോ, നമുക്ക് ഏറ്റവും എക്സ്പെർട്ടീസ് ഉള്ളത് ഏതാണോ,
ഇത്തരം മേഖലകൾ തിരഞ്ഞെടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. തീർച്ചയായിട്ടും 2025 ആകുമ്പോഴേക്കും നിങ്ങളുടെ ഒരു ബിസിനസ് പ്ലാൻ നിങ്ങൾ തന്നെ തയ്യാറാക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലകൾ തിരഞ്ഞെടുക്കുക. തീർച്ചയായിട്ടും വലിയ വിജയം ഉറപ്പ് തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്.